നമ്മുടെ മൊബൈൽ ഫോണിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇതുപോലെ ഒരുപാട് ആപ്പുകൾ കാണും. ഈ കൂടുതൽ ആപ്പുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇതിൽ ആപ്സ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സെറ്റിങ്സിൽ കാണുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എത്ര ആപ്പ് നമ്മുടെ ഫോണിലുണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് ആയാലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ആയാലും ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ പലപ്പോഴും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകാൻ കാരണമാകും. മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. നമ്മുടെ മൊബൈൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും. അപ്പോൾ ഇത്തരം ആപ്പുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഹാംഫുള്ളായിട്ട് നിങ്ങൾ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഗൂഗിളിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈലിൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫാണ്. തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്പുകളും സ്കാൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്ന് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിൽ പ്രത്യേകിച്ച് ഒരു ഹാംഫുള്ളായിട്ടുള്ള ആപ്പുകൾ ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അത് പ്ലേ സ്റ്റോറിലുള്ളത് മാത്രമല്ല, ഗൂഗിളിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന APK ആപ്പുകളടക്കം ഇത് സ്കാൻ ചെയ്ത് തരും. മാത്രമല്ല ഹാംഫുള്ളായിട്ട് ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നതിന് വേണ്ടി മുകളിൽ വലതു ഭാഗത്തൊരു സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നാമത് സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നാണ്. ഒന്നാമത്തത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾക്ക് എന്തെങ്കിലും മാൾവെയറുകളോ മറ്റോ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനിലൂടെ അറിയിച്ചു തരുന്നതിനാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. രണ്ടാമത്തെ നമ്മൾ എനേബിൾ ചെയ്യുമ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന അൺനോ ആപ്പുകൾ, അതായത് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന APK ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത്തരത്തെ ആപ്പുകളിൽ എന്തെങ്കിലും ഹാംഫുള്ളായതോ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിലുകളോ വൈറസുകളോ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ സ്കാൻ ചെയ്ത് തരും. അത് ഗൂഗിളിലേക്ക് അയച്ചു കൊടുത്ത് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് നമുക്ക് തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സെറ്റിങ്സും എനേബിൾ ചെയ്യുക. ഇവിടെ കാണുന്ന ഈ ആപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോർ തന്നെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഓരോ മിനിറ്റിനിടയിലും ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ സേഫ് ആണെന്ന് പ്ലേ സ്റ്റോർ തന്നെ ചെക്ക് ചെയ്യും. നമ്മളതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.